Hi all, welcome to One's Coaching. Today we are going to discuss the subject Design and Analysis of Algorithm. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ Design and Analysis of Algorithm എന്ന ടോപ്പിക്കിലെ മൊഡ്യൂൾ 1ലെ സെഷൻ, അതായത് ബേസിക്സ് ഓഫ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു സെഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് PCC-ST 502. ഇതിന് വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ, അതായത് ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഈ ടോപ്പിക്കിൽ നമ്മൾ ബേസിക് ആയിട്ട് അൽഗോരിതം എന്താണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ക്രൈറ്റീരിയ ഫോർ ഡിസ്ക്രൈബിങ് ആൻ അൽഗോരിതം, ഒരു അൽഗോരിതം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അൽഗോരിതം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, ഈ 2 പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആവുമ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ അൽഗോരിതം വെച്ച് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. സോ എന്താണ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ, എന്താണ് അൽഗോരിതം? അതായത് ഒരു എക്സാമ്പിൾ, നമുക്കൊരു റിയൽ ലൈഫിൽ നമുക്ക് ഏറ്റവും മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീട് പണിയുന്നു. വീട് പണിയുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? ഡയറക്റ്റ് ആയിട്ട് വീട് പണിയുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ അതിന് എന്ത് ചെയ്യും? ആദ്യം ഒരു പ്ലാൻ വരയ്ക്കും. എന്തിനാ പ്ലാൻ വരയ്ക്കുന്നത്? നമുക്ക് അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്ര റൂംസ് ഉണ്ട്, എത്ര ഡൈനിങ് ഹാൾ എങ്ങനെയാണ്, സിറ്റ് ഔട്ട് എങ്ങനെയാണ്, അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും അല്ലെ. ആ ഐഡിയ വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റിലാണോ അത് വരുന്നത്, അല്ലെ, നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് ഒതുങ്ങുന്ന രീതിയിൽ അഫോർഡബിൾ ആണോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഏതിനകത്ത് വരുന്നുണ്ട്? പ്ലാനിനകത്ത് വരുന്നുണ്ട്. സോ അപ്പൊ നമുക്ക് പ്ലാൻ വരയ്ക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യും? ഈ വീട് ഇങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഈ വീടിന് ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്നൊക്കെയുള്ള നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടും. ആ ഒരു സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മളിവിടെ അൽഗോരിതത്തിലും യൂസ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ പ്രോഗ്രാമിനെ കോഡ് എഴുതി പ്രോഗ്രാം ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മൾ അതിനു മുമ്പ് ആ പ്രോഗ്രാം എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യാൻ പോകുക എന്നുള്ളതിന്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആയിരിക്കും നമ്മൾ ആദ്യം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താ അൽഗോരിതം എന്ന് പറഞ്ഞാല്. സോ അൽഗോരിതം ഇസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൽഗോരിതംസ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ നമ്മളുടെ പ്രോബ്ലം എന്താണ്? നമ്മൾ ഏതാണോ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത് അതാണ് നമ്മളുടെ പ്രോബ്ലം അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ സം ഓഫ് 2 നമ്പേഴ്സ്, 2 നമ്പേഴ്സിന്റെ സമ്മിന് നമുക്കൊരു പ്രോഗ്രാം വേണം. സോ അതാണ് നമ്മളുടെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പ് ഉപയോഗിച്ചാണ് അതിന്റെ സം നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സ്, അല്ലെങ്കിൽ ഏതൊക്കെ ഫംഗ്ഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനകത്ത് ഇൻപുട്ട് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടേണ്ടത്, അപ്പൊ ഇതിനെല്ലാം ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നതാണ് എന്ത്? നമ്മുടെ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ബേസിക്, നമുക്കൊരു വെറുതെ ഒരു കുറെ സ്റ്റെപ്സ് അങ്ങ് എഴുതി വെച്ചാൽ അൽഗോരിതം ആയോ? ഇല്ല. കാരണം എന്താണ്? നമ്മൾ എഴുതുന്ന ഒരു അൽഗോരിതം ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ജോബിന് കയറി, നമ്മൾ കുറെ പ്രോഗ്രാംസ് നമുക്ക് കിട്ടി, നമ്മൾ അൽഗോരിതം ഒക്കെ സെറ്റ് ചെയ്തു, കുറച്ചു കാലം കഴിയുമ്പോൾ നമ്മൾ ജോലി ടെർമിനേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറൊരാൾ നമ്മുടെ സീറ്റിലേക്ക് വരുന്നു. അപ്പൊ അവർക്കും അത് മനസ്സിലാവണം. ഇനി നമ്മളിപ്പോൾ അൽഗോരിതം എഴുതി, ചിലപ്പോൾ വേറൊരാളായിരിക്കും അത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ആ ഡിസൈൻ ചെയ്യുന്ന ആൾക്ക് അത് മനസ്സിലാവണം. അതുപോലെ തന്നെ നമ്മൾ അൽഗോരിതം എഴുതി കഴിയുമ്പോൾ വേറൊരാളായിരിക്കും ഇത് കോഡ് ചെയ്യുന്നത് അല്ലെ. നമ്മളിപ്പോ കമ്പനീസിലൊക്കെ ആണെങ്കിൽ അൽഗോരിതത്തിന്റെ ഒരു സെക്ഷൻ, അത് കോഡ് ചെയ്യാൻ, ഡിസൈൻ ചെയ്യാൻ, ടെസ്റ്റ് ചെയ്യാൻ, ഇതെല്ലാം ഓരോരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ അപ്പൊ നമ്മൾ ഓരോന്നിനും എന്തുണ്ട്? സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്ന അൽഗോരിതം എന്തായിരിക്കണം? ട്രാൻസ്പെറന്റ്, അതായത് ക്ലിയർ ആയിരിക്കണം അല്ലെ. നമ്മൾ എഴുതുന്ന അൽഗോരിതം എല്ലാവർക്കും മനസ്സിലാവുന്നതായിരിക്കണം, അത് വളരെയധികം ക്ലിയർ ആയിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? അടുത്ത സ്റ്റെപ്പിലേക്ക് ചെയ്തു വരുമ്പോൾ, ഈവൻ നമ്മൾ ടെസ്റ്റിംഗ് പ്രൊസീജിയറിലാണെങ്കിൽ പോലും ഈ അൽഗോരിതത്തിന് പ്രസക്തിയുണ്ട്. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ അൽഗോരിതത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നൊക്കെയുള്ളത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. ക്ലിയർ? സോ അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് പറയാം, അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽഗോരിതം ഇസ് എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾ ഓർത്താൽ മതി, ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ വരയ്ക്കുന്ന പ്ലാനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ നമ്മളുടെ കമ്പ്യൂട്ടർ സയൻസിന്റെ ടേമിൽ അൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അൽഗോരിതം എന്താന്ന് നോക്കാം. സോ അൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽഗോരിതം ഇസ് എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് വെൽ ഡിഫൈൻഡ് അല്ലെ. നമുക്ക് കറക്റ്റ് ആയിട്ട് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആയിരിക്കണം. അതായത് ഇത്ര നമ്പർ ഓഫ് സ്റ്റെപ്സിൽ, അതായത് സ്റ്റാർട്ടിൽ നിന്നും സ്റ്റോപ്പ് വരെ എത്തുമ്പോഴത്തേക്കും കറക്റ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ് ആയിരിക്കണം. അവിടെ കൂടാനും കുറയാനും ഒന്നും പാടില്ല. അതായത് കൃത്യത വേണം അല്ലെ. അല്ലാതെ നമ്മളിപ്പോ 1 to n നാച്ചുറൽ നമ്പേഴ്സ്, അങ്ങനെ n നാച്ചുറൽ നമ്പേഴ്സ് അങ്ങനെ പറയുമല്ല, ഇത്ര സ്റ്റെപ്പ് ആയിട്ടാണ് പറയുന്നത്. ഫൈനൈറ്റ് വെൽ ഡിഫൈൻഡ് സ്റ്റെപ്സ്, അതായത് ആ സ്റ്റെപ്സ് എല്ലാം നല്ലവണ്ണം ഡിഫൈൻ ചെയ്തിരിക്കണം. സ്റ്റെപ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഡിസൈൻ ടു സോൾവ് എ പ്രോബ്ലം അല്ലെ. ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ എഴുതി കൊടുക്കുന്നത്.
ഓർ പെർഫോം എ കമ്പ്യൂട്ടേഷൻ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടേഷൻ ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. So it can also be defined as a procedure for solving a mathematical or computational problem in a finite number of steps, often including repetitive or recursive operation. ചിലപ്പോൾ repetitive operations കാണാം, ഒരു ഓപ്പറേഷൻ തന്നെ വീണ്ടും വീണ്ടും ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ റിക്കേഴ്സീവ് ആയിട്ടുള്ള റെക്കറൻസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ആ ഓപ്പറേഷൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് വളരെയധികം മാത്തമാറ്റിക്കൽ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എല്ലാം വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനുള്ള പ്രൊസീജിയറിനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. സോ നീഡ് ഓഫ് അൽഗോരിതം, ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അൽഗോരിതം എഴുതുന്നത്? സോൾവ് കോംപ്ലക്സ് പ്രോബ്ലം എഫിഷ്യന്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. നമ്മൾ ഡയറക്റ്റ് ആയിട്ടൊരു കോംപ്ലക്സ് പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യാതെ നമ്മൾ ഓരോ പോർഷൻ ബൈ പോർഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് അതിനെ ഒന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ഒന്ന് സോൾവ് ചെയ്യുന്നു. ഓട്ടോമേറ്റ് പ്രോസസ്, മേക്ക് ദം റിലയബിൾ, ഫാസ്റ്റർ ആൻഡ് ഈസിയർ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് ഒരു പ്രോബ്ലം കണ്ടു, അത് എങ്ങനെ ഇനി സോൾവ് ചെയ്യും, അല്ലെങ്കിൽ അതിനകത്ത് ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്, അതിലും എളുപ്പം എന്താണ്, നമ്മൾ അവിടെ വളരെ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് അതിന്റെ പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ കിട്ടാം, ഈസിയസ്റ്റ് മെത്തേഡ് ഏതാണ്. അതായത് ഇപ്പോൾ ഒരു പ്രോബ്ലം തന്നെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പല മെത്തേഡ്സ് കാണും. അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കുറച്ചുകൂടെ നല്ല മെത്തേഡ് ഏതാണ്, അതെല്ലാം നമുക്ക് ഈ അൽഗോരിതത്തിലൂടെ മനസ്സിലാവും. എനേബിൾ കമ്പ്യൂട്ടേഴ്സ് ടു പെർഫോം ടാസ്ക് ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ ഫോർ ഹ്യൂമൻസ്. അതായത് നമ്മളുടെ ഹ്യൂമൻസിന് ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് വരെ ചിലപ്പോൾ അൽഗോരിതം എഴുതുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാണാനായിട്ട് സാധിക്കും. വൈഡ്ലി യൂസ്ഡ് ഇൻ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ്, ഫിനാൻസ് ആൻഡ് ഡേറ്റ അനാലിസിസ്. ഇതിലൊക്കെയാണ് നമ്മൾ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ്, ഫിനാൻസ്, ഡേറ്റ അനാലിസിസ്, ഇവിടെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ടും ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ മൊഡ്യൂൾ 1 നമുക്ക് എന്തൊക്കെയാണ് അൽഗോരിതം ഉണ്ട്. ഫസ്റ്റ് ടോപ്പിക് എന്താണ് അൽഗോരിതം, അതിന്റെ ക്രൈറ്റീരിയ ഫോർ അൽഗോരിതം അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം. അപ്പൊ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് സെക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ടോപ്പിക്, നമ്മുടെ സിലബസിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് വാട്ട് ഈസ് ആൻ അൽഗോരിതം? അൽഗോരിതത്തിനകത്ത് എന്തൊക്കെയുണ്ട്? ഒരു ഇൻപുട്ട് ഉണ്ട്, പിന്നെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രൊസീജിയർ സ്റ്റെപ്സ് ഉണ്ട്, പിന്നെ നമുക്കൊരു ഔട്ട്പുട്ട് ഉണ്ട്. ഇപ്പൊ സം ഓഫ് 2 നമ്പേഴ്സ്, 2 നമ്പറിന്റെ സം കാണണം. അപ്പൊ ഇൻപുട്ട് എന്തായിരിക്കും? ഏതെങ്കിലും 2 നമ്പേഴ്സ് ആയിരിക്കും അല്ലെ. ഇനി അതിന്റെ പ്രൊസീജിയറും ക്രൈറ്റീരിയ എല്ലാം നമ്മൾ ഇവിടെ ചെയ്തു. 2+3 പ്രൊസീജിയറും ക്രൈറ്റീരിയാസ് എല്ലാം നമ്മൾ ഇവിടെ ചെയ്തു. നമുക്ക് എന്ത് കിട്ടണം? എക്സ്പെക്റ്റഡ് ആയിട്ട് 2+3 5 എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് ഇവിടെ കിട്ടണം. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സ്റ്റെപ്പ്. നമുക്കൊരു ഇൻപുട്ട് വേണം, കുറെ സെറ്റ് ഓഫ് പ്രൊസീജിയർ വേണം, ഔട്ട്പുട്ട് വേണം. ക്ലിയർ അല്ലേ? ഇതല്ലേ നമ്മളുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ഇൻപുട്ട് കൊടുത്തു, നമ്മൾ കുറെ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്തു, നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ക്ലിയർ? ഇതാണ് ഇതിന്റെ ഒരു അൽഗോരിതത്തിന്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫ്ലോ ചാർട്ട് എന്നല്ലേ പറയുന്നത്? ഫ്ലോ ചാർട്ട് എന്നാണ് പറയുന്നത്. അൽഗോരിതം നമുക്ക് പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഫ്ലോ ചാർട്ട് ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ്, നമ്മൾ സ്റ്റാർട്ട്, ഫസ്റ്റ് 1 റീഡ് ഇൻപുട്ട്, സെക്കൻഡ് സം ഇസ് ഈക്വൽ ടു a+b, അങ്ങനെ നമ്മൾ എഴുതുന്ന രീതിയിൽ സാധാരണ അൽഗോരിതം സെറ്റ് ചെയ്യുന്ന പോലെ എഴുതാം. ഫ്ലോ ചാർട്ട് വരയ്ക്കാം, അല്ലെങ്കിൽ സ്യൂഡോ കോഡ് വരയ്ക്കാം. എന്താ സ്യൂഡോ കോഡ്? അതായത് നമ്മളുടെ നാച്ചുറൽ ലാംഗ്വേജും പിന്നെ കുറച്ച് ന്യൂമോണിക്സും കൂടെ ചേർന്ന്, അതായത് മൂവ് a+b, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യണം, മൂവ്, ആഡ് എ, അങ്ങ് ബി, അങ്ങനെ കുറച്ചുള്ള ന്യൂമോണിക്സ് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് സ്യൂഡോ കോഡ്. അപ്പൊ 3 രീതിയിലാണ് നമ്മൾ സാധാരണയായിട്ട്, ഒന്ന് നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് വെച്ചിട്ട്, രണ്ടാമത്തത് ഇതുപോലെ ഫ്ലോ ചാർട്ട് വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്, മൂന്നാമത്തത് സ്യൂഡോ കോഡ് വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്. ഇത് ഓർത്തിരുന്നാൽ മതി. ക്ലാസ്സിൽ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഫീച്ചേഴ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അൽഗോരിതം. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യന് ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഫസ്റ്റ് ടോപ്പിക്കാണ് ക്രൈറ്റീരിയ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അൽഗോരിതം. സോ എന്തൊക്കെയാണ്? കറക്റ്റ്നെസ് അല്ലെ. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിരിക്കണം അൽഗോരിതം അല്ലെ. നമ്മൾ ആ ഒരു സ്റ്റെപ്പും പ്രൊസീജിയേഴ്സും ഒക്കെ എഴുതുമ്പോൾ അതെന്തായിരിക്കണം? ആ ഇൻപുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണം. ഇല്ലെങ്കിൽ എന്ത് പറ്റും? അൽഗോരിതം എഴുതിയിട്ട് പ്രയോജനമുണ്ടോ? ഇല്ല. നമ്മൾ ആ അൽഗോരിതം മസ്റ്റ് ബി കറക്റ്റ്ലി സോൾവ് ദ പ്രോബ്ലം. അത് വളരെയധികം ക്ലിയർ ആയിട്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഇറ്റ് ഷുഡ് പ്രൊഡ്യൂസ് ദ റൈറ്റ് ഔട്ട്പുട്ട് ഫോർ എനി ഗിവൺ ഇൻപുട്ട്. അതായത് ഏത് ഇൻപുട്ട് കൊടുത്താലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണം. നേരത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ 2ഉം 3ഉം കൊടുത്തു, ഇനി 5ഉം 8ഉം കൊടുത്തു, അല്ലെങ്കിൽ 60ഉം 100ഉം കൊടുത്തു. ഏതാണെങ്കിലും നമുക്ക് അതിന്റെ കറക്റ്റ് സമ്മ ആയിരിക്കണം എവിടെ കിട്ടേണ്ടത്? ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത്. ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇൻപുട്ട് ഏത് കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കണം കിട്ടുന്നത്. അല്ലാതെ 2ഉം 3ഉം മാത്രം ചെയ്യുമ്പോൾ 5 കറക്റ്റ് ആയിട്ട് കിട്ടി, ബാക്കി എല്ലാത്തിനും തെറ്റാണെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എല്ലാത്തിലും
കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടണം. ഇനി കറക്റ്റ്നെസ് എങ്ങനെയാ വെരിഫൈ ചെയ്യുന്നത്? ടെസ്റ്റിങ്ങിലൂടെ അല്ലെ. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ടാണ്, അതിന് ടെസ്റ്റിംഗ് ഓഫീസർമാരുണ്ട്, അവരാണ് ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അവർ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് കറക്റ്റ് ആണോ എന്ന് തീരുമാനിക്കാം. അടുത്തത് എഫിഷ്യൻസി അല്ലെ. The algorithm efficiency is measured in terms of its resource usage including time complexity and space complexity അല്ലെ. നമ്മളുടെ ഒരു അൽഗോരിതത്തിന്റെ, ഇതാണ് ഇനി ഫുൾ പഠിക്കാനുള്ള അനാലിസിസ് ഓഫ് അൽഗോരിതം എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ടോപ്പിക്. സോ നമ്മളുടെ ഒരു അനാലിസിസ് പറയുന്നത് നമ്മൾ ഏറ്റവും കുറവ് സമയത്ത് ചെയ്യുന്നതും ഏറ്റവും സ്പേസ് കുറച്ച് യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ മെമ്മറി യൂസേജ് കുറവുള്ള അൽഗോരിതം ആണ് എന്ത്? ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള അൽഗോരിതം. ഏറ്റവും ടൈം കുറവ്, അതാണ് ടൈം കോംപ്ലക്സിറ്റി. അടുത്തത് സ്പേസ് കോംപ്ലക്സിറ്റി, അതായത് ടൈമും കുറവായിരിക്കണം, അതായത് ഏറ്റവും കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. അതിന് യൂസ് ചെയ്യുന്ന മെമ്മറിയും വളരെയധികം കുറവായിരിക്കണം. അതാണ് നമ്മളുടെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള അൽഗോരിതം. അപ്പൊ നമ്മൾ ഇവിടുന്ന് വേറെ സ്ഥലം വരെ പോവുകയാണ്, നമുക്ക് പല രീതിയിൽ പോവാം. പക്ഷെ നമ്മൾ ഏറ്റവും ടൈം കുറവും നമുക്ക് കുറച്ചുകൂടി എക്സ്പെൻസ് കുറവായിട്ടുള്ള രീതിയിലേ നമ്മൾ എടുക്കുകയുള്ളൂ. അതുപോലെ നമുക്ക് പല മെത്തേഡ് ഓഫ് അൽഗോരിതം അല്ലെങ്കിൽ പല രീതിയിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാമെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കുന്ന എന്താണ്? അത് ടൈം കുറവാണോ അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന സ്പേസ് ഏറ്റവും കുറവ് സ്പേസ് അത് യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് രണ്ടുമാണ് നമ്മൾ എഫിഷ്യൻസിയിൽ പറയുന്നത്. ഓക്കെ, സോ നമ്മളുടെ എന്താണ്? മിനിമൽ റിസോഴ്സ് കൺസപ്ഷൻ ആയിരിക്കണം അവിടെ വരുന്നത്. അതുപോലെ തന്നെ ലീസ്റ്റ് പോസിബിൾ ടൈമിലായിരിക്കണം അത് എന്ത് ചെയ്യേണ്ടത്? ഫിനിഷ് ചെയ്യേണ്ടത്. എന്നാലാണ് ആ അൽഗോരിതം എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തത് ഫൈനൈറ്റ്നെസ്. An algorithm must have a finite number of steps. അതായത് ഇൻഡെഫിനിറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ലൂപ്പിലേക്ക് കയറി പോകും, ഇങ്ങനെ ലൂപ്പ് വന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ ലൂപ്പായി പോയാൽ എന്ത് പറ്റും? നമുക്ക് റിസൾട്ട് കിട്ടില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ബാക്കി പ്രൊസീജിയർ ഒന്നും ചെയ്യുന്നതിന് മുമ്പ് പകുതിക്ക് വെച്ച് ടെർമിനേറ്റ് ചെയ്താൽ കറക്റ്റ് ആവുമോ? അല്ല. അപ്പൊ എപ്പോഴും എന്താണ്? ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സും ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പറേഷൻസും ആയിരിക്കണം അതിനകത്ത്. അതായത് നിശ്ചിത ഉള്ളിൽ അത് തീരണം. അതിന് മുമ്പ് എങ്കിലും ലൂപ്പിൽ പോകാൻ പാടില്ല, അല്ലെങ്കിൽ ആ നിശ്ചിത സ്റ്റെപ്പിന് മുന്നേ അത് ടെർമിനേറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അതാണ് ഫൈനൈറ്റ്നെസ്. അടുത്തതാണ് ഡെഫിനിറ്റ്നെസ്. Each step of an algorithm must be precisely defined and unambiguous. The operation to be performed should be clear, detailed enough that is executed without confusion or error, ensuring consistent result. അതായത് നമുക്ക് വേറൊരാൾ പിന്നെ നോക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻസോ എറേഴ്സോ ഒന്നും കണ്ടുപിടിക്കാൻ പാടില്ല. പിന്നെ അതിനകത്ത് അത് ക്ലിയർ ആയിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം, വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഒരാൾ വന്ന് നോക്കുമ്പോൾ അവിടെ കൺഫ്യൂഷൻസ് ഒന്നും വരാൻ പാടില്ല. അടുത്ത പോയിന്റ് ഇൻപുട്ട്. An algorithm should have 0 or more well-defined input. അതായത് ഒന്നെങ്കിൽ 0 ഇൻപുട്ട് ആയിരിക്കും, അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് കാണും. അപ്പൊ ഏത് ഇൻപുട്ട് കൊടുത്താലും അതിന് എന്ത് വേണം? കറക്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കണം അവിടെ കിട്ടേണ്ടത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഇത് ക്ലിയർ ആവും. ഇനി അടുത്തത്, an algorithm should produce one or more output which are result of processing the input. ഇനി ഒന്നിൽ കൂടുതൽ ഇൻപുട്ട് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാവാം അല്ലെ. അപ്പൊ അത് വളരെയധികം ക്ലിയർ ആയിരിക്കണം. അതായത് ഏത് ഇൻപുട്ട് കൊടുത്താലും കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കണം ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത്. ഇനി അടുത്തത് ജനറാലിറ്റി. An algorithm should be applicable to a broad set of problems rather than being designed for a specific case. This allows the algorithm to be useful in multiple scenarios, enhancing its value and utility. അതായത് നമുക്കൊരു സ്പെസിഫിക് കേസിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന അൽഗോരിതം ആണെങ്കിൽ നമുക്കത് അത്ര ഇതാണോ? അപ്പൊ നമ്മൾ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചു, അത് ഒരു ഒറ്റ പർപ്പസിന് മാത്രമേ അത് ഉപയോഗിക്കാവുള്ളെങ്കിൽ നമ്മൾ അത് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യോ? ഇല്ല. നമ്മൾ കൂടുതൽ പർപ്പസിന് അത് ഉപയോഗിക്കാമെങ്കിൽ നമ്മൾ എന്തായാലും അത് വാങ്ങിക്കും. കുറച്ച് റേറ്റ് കൂടിയാൽ നമുക്ക് മൾട്ടി പർപ്പസ് ആണെങ്കിൽ നമുക്കത് വാങ്ങിക്കാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് കൂടും. അതുപോലെ ചില അൽഗോരിതംസ് ഒക്കെ ഇങ്ങനെ ബ്രോഡ് റേഞ്ചിൽ എഴുതുവാണെങ്കിൽ നമുക്കത് കുറെ പ്രോഗ്രാംസിന് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ജനറലൈസ് ചെയ്ത് എഴുതാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അടുത്തതാണ് ഡിറ്റർമിനിസം. An algorithm is deterministic if it produces the same output for a given set of input every single time it's run. The predictability is crucial because it ensures that algorithm behavior is consistent and reliable under identical. അതായത് നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം 3 ഉം 2 ഉം കൊടുക്കുമ്പോൾ 5 റിസൾട്ട് കിട്ടി, അടുത്ത പ്രാവശ്യം 3 ഉം 2 ഉം കൊടുക്കുമ്പോൾ 5 തന്നെ വേണ്ട റിസൾട്ട് കിട്ടാൻ, വേറൊരെണ്ണം കിട്ടിയാൽ അത് തെറ്റല്ലേ? അപ്പൊ ഏത് ഇൻപുട്ട്, അതായത് നമ്മൾ എപ്പോഴാണോ ആ സെയിം ഇൻപുട്ട് തന്നെ വീണ്ടും വീണ്ടും കൊടുത്തത് അപ്പൊ ആ സെയിം ഔട്ട്പുട്ട് തന്നെയായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതിനെയാണ് നമ്മൾ ഡിറ്റർമിനിസം എന്ന് പറയുന്നത്. അതായത് എപ്പോൾ നമ്മൾ ആ ഇൻപുട്ട് കൊടുത്താലും ആ കറക്റ്റ് ഔട്ട്പുട്ട് തന്നെയായിരിക്കണം കിട്ടേണ്ടത്. അടുത്തത് മോഡുലാരിറ്റി. An algorithm exhibits modularity if it can be divided into separate components or modules, each which can be independently developed and set. അതായത് ഇപ്പൊ നമ്മൾ ഒരു അൽഗോരിതം എടുത്തു, അതിനകത്ത് ചിലപ്പോൾ ഇതിപ്പോ 2, 3 ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സോൾവ് ചെയ്യണം, ഇത് ഇൻഡിപെൻഡന്റ് ആയിട്ട് സോൾവ് ചെയ്യണം, ഇത് ഇൻഡിപെൻഡന്റ്. ഇപ്പൊ ഒരു കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ ആഡ്, സമ്മ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് സോൾവ് ചെയ്തിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി?
ക്ലബ് ചെയ്താൽ മതി. അപ്പൊ ഇതെല്ലാം കാൽക്കുലേറ്റർ എന്നുള്ള ഒറ്റ ഒരു പ്രോഗ്രാം സോൾവ് ചെയ്യുന്നതിനെക്കാട്ടിലും ആഡ് സോൾവ് ചെയ്തും അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് എറേഴ്സ് വരാതെ ചെയ്യാൻ പറ്റും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൾട്ടിപ്പിൾ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്ത് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു, ക്ലബ് ചെയ്ത് ഒറ്റ അൽഗോരിതമായിട്ട് മാറ്റുന്നു. ക്ലിയർ? ഇനി അടുത്തതാണ് റീയൂസബിലിറ്റി. റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രോബ്ലം തന്നെ നമുക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റണം, റീയൂസ് ചെയ്യാൻ പറ്റണം. അതായത് അത് ജനറാലിറ്റി ആയിട്ട് ഒരു റിലേറ്റ് ചെയ്ത ടേമാണ്. ജനറലൈസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് പറ്റും, ഇത് വീണ്ടും വീണ്ടും പല പ്രോഗ്രാംസിൽ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആ സെയിം പ്രോഗ്രാമിന് തന്നെ വീണ്ടും അത് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, റീയൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നല്ല രീതിയിൽ പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അടുത്തത് എന്താണ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി. An algorithm should be easily understandable. അല്ലെ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. അതായത് പുറകിൽ പിന്നെ വരുന്ന ഒരാൾക്ക് അത് മനസ്സിലാവണം, അല്ലെങ്കിൽ നമ്മൾ ഇത് അൽഗോരിതം ഡിസൈൻ ചെയ്തിട്ട് അടുത്ത ആൾക്കും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. അപ്പൊ ഇത്രയുമാണ് അതിന്റെ ഒരു എന്തെന്ന് പറയുന്നത്, ക്രൈറ്റീരിയ ഫോർ ഡിസ്ക്രൈബിങ് ആൻ അൽഗോരിതം, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അൽഗോരിതം. ഏതൊക്കെയാണ്? കറക്റ്റ്നെസ്, എഫിഷ്യൻസി, ഫൈനൈറ്റ്നെസ്, ഡെഫിനിറ്റ്നെസ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, ജനറാലിറ്റി, ഡിറ്റർമിനിസം, മോഡുലാരിറ്റി, അടുത്തത് റീയൂസബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി. ഇത്രയും പോയിന്റ്സ് ആണ് ദ ക്രൈറ്റീരിയ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആൻ അൽഗോരിതം. ഇനി അടുത്തത് യൂസ് ഓഫ് അൽഗോരിതം. നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ സയൻസിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ, സെർച്ചിങ്, സോർട്ടിങ് അങ്ങനെയുള്ള പ്രോഗ്രാംസിന് യൂസ് ചെയ്യുന്നുണ്ട്. മാത്സിൽ അല്ലെ, ഇക്വേഷൻസ്, ഷോർട്ടസ്റ്റ് പാത്ത് ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാത്തിലും ഏത് ഫീൽഡിലും നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഓപ്പറേഷൻ റിസർച്ച്, ലോജിസ്റ്റിക്സ്, ട്രാൻസ്പോർട്ടേഷൻ, അല്ലെങ്കിൽ റിസോഴ്സ് ഒക്കെ എവിടേക്ക് അലോക്കേറ്റ് ചെയ്യണം. പിന്നെ ആർട്ടിഫിഷ്യൽ AI യൂസ് ചെയ്യാൻ പറ്റും. ഡേറ്റ സയൻസ്, ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ ജസ്റ്റ് അതിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. ഇനി അടുത്തത് സ്റ്റെപ്സ് ടു ഡിസൈൻ ആൻ അൽഗോരിതം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഒരു അൽഗോരിതം ഡിസൈൻ ചെയ്യാനായിട്ട് വേണ്ടത്? ഏതൊക്കെ സ്റ്റെപ്സ് ആണ്? ഫസ്റ്റ് വൺ, പ്രോബ്ലം ഡെഫിനിഷൻ. ക്ലിയർലി ഡിഫൈൻ ദ പ്രോബ്ലം ടു ബി സോൾവ്ഡ്. ആദ്യം നമ്മൾ നമുക്കൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോബ്ലം എന്താന്ന് ക്ലിയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് കൺസ്ട്രെയിൻസ്. നമുക്ക് എന്തൊക്കെയാണ് അവിടെ വരുന്ന ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെ റൂൾസ് ആണ് നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത്. ക്ലിയർ? നമ്മൾ ആദ്യം തന്നെ എന്തൊക്കെ, നമ്മളിപ്പോ ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, വീട് പണിയുന്നു, പ്ലാൻ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് 4 സെന്റ് അല്ലെങ്കിൽ 3 സെന്റ് ലാൻഡേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതൊരു കൺസ്ട്രെയിന്റ് ആ. 3 സെന്റ് ലാൻഡിൽ നമുക്ക് ഇത്രയും വലിയൊരു വീട് പണിയണം, അതൊരു കൺസ്ട്രെയിന്റ് ആ. പിന്നെ നമ്മൾ ഓണർ പറയുകയാണ് 4 ബെഡ്റൂം വേണം, 4 ബെഡ്റൂം ഈ 3 സെന്റിൽ പണിയാൻ, അതും ഒരു കൺസ്ട്രെയിൻ ആ. അപ്പൊ നമ്മൾ വേറെ എന്തെങ്കിലും ഐഡിയ ചിന്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള ഓരോ കൺസ്ട്രെയിൻസ് അവിടെ നമ്മൾ ആദ്യം നമ്മൾ വീട് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോബ്ലം. അതിന്റെ ലിമിറ്റേഷൻസ് ഓർ റൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് അവരുടെ റിക്വയർമെന്റ്സ്, എന്തൊക്കെ റൂൾസിൽ അല്ലെങ്കിൽ എന്തൊക്കെ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതാണ് കൺസ്ട്രെയിൻസ്. ഇനി നമ്മൾ ഇൻപുട്ട് കൊടുക്കുക, നമ്മൾ ഏതൊക്കെ ഡേറ്റയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സ്പെസിഫൈ ദ എക്സ്പെക്ടഡ് റിസൾട്ട്. ഈ ഇൻപുട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടേണ്ട ഔട്ട്പുട്ട് ഇതാണ്. അടുത്തത് സൊല്യൂഷൻ ഫീസിബിലിറ്റി. എൻഷുർ ദ സൊല്യൂഷൻ വർക്ക് വിത്തിൻ ദ ഗിവൺ കൺസ്ട്രെയിൻസ്. അപ്പൊ നമ്മൾ എന്ത് ഉറപ്പാക്കണം, അൽഗോരിതം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് ഈ ലിമിറ്റേഷൻസ് ഉള്ളിൽ നിന്ന് തന്നെ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളത് നമ്മളിവിടെ ഉറപ്പാക്കണം. ഓക്കെ. അപ്പൊ എന്തൊക്കെയാണ്? പ്രോബ്ലം ഡെഫിനേഷൻ, ആദ്യം പ്രോബ്ലം ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യണം. കൺസ്ട്രെയിൻസ്, എന്തൊക്കെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ റൂൾസ് ആണ് നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കണം. ഇൻപുട്ട്, എന്തൊക്കെ ഡേറ്റയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഔട്ട്പുട്ട്, എന്താണ് ആ ഇൻപുട്ടിനനുസരിച്ച് നമുക്ക് കിട്ടേണ്ടത്. പിന്നെ ഇത് കറക്റ്റ് ആയിട്ടാണോ ഈ സൊല്യൂഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതുമാണ് നമ്മൾ ദ സ്റ്റെപ്സ് ഫോർ ടു ഡിസൈൻ ആൻ അൽഗോരിതം. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്, അൽഗോരിതം എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ആണ്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിനെയാണ് അൽഗോരിതം എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഒരു അൽഗോരിതം ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. വിത്ത് ദിസ് ഐ എം കൺക്ലൂഡിംഗ് ദി സെഷൻ. താങ്ക് യു. കീപ് വാച്ചിങ് വൺസ്.